ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഝാൻസി റാണി. ഏത് സംഭവത്തെ തുടർന്നാണ് ഇന്ത്യയിൽ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കം ആയത്? ബംഗാൾ വിഭജനം. ഏത് സമരമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം. വൈഷ്ണവ ജനതോ ദേനെ കഹിയേ ഈ ഗാനം എഴുതിയതാരാണ്? നരസിംഹ മേത്ത. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മാഡം ഭിക്കാജി കാമ. ആരാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല സമയത്തെ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയർ. ഭാരത് രത്നം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ നേതാവ് രാജീവ് ഗാന്ധി. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ നന്ദലാൽ ബോസ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച മന്ത്രി ആര്? ആർ കെ ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നാണയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരനായ വ്യക്തി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികളുണ്ട്? 13. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1911 കൊൽക്കത്ത സമ്മേളനം. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസിഫ് അലി. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട് മറാത്ത, കേസരി എന്ന പത്രങ്ങൾ ആരംഭിച്ചതാരാണ്? ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ്? വള്ളത്തോൾ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യ. സ്വാതന്ത്ര്യദിനത്തിന് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നത് എവിടെയാണ്? ചെങ്കോട്ട. ഇന്ത്യയിൽ ആദ്യമായി കടൽ മാർഗം എത്തിയ വിദേശ ശക്തികൾ ആരാണ്? പോർച്ചുഗീസുകാർ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ്? താമരയും ചപ്പാത്തിയും. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോൺ ലോറൻസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? CR ദാസ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ വൈസ്രോയുടെ ക്ഷണപ്രകാരം ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തതാരാണ്? സരോജിനി നായിഡു. ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു? 7. ഇന്ത്യ മിഡ്നൈറ്റ് ടു മില്ലേനിയം എന്ന പുസ്തകം എഴുതിയതാരാണ്? ശശി തരൂർ. മംഗൾ പാണ്ഡെയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏതാണ്? മംഗൾ പാണ്ഡെ ദി റൈസിംഗ്. ഗരീബി ഹഠാവോ ഏത് പ്രധാനമന്ത്രിയുടെ മുദ്രാവാക്യമാണ്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല ഏതാണ്? ഹുബ്ലി, കർണാടക. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാലാ ലജ്പത് റായ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജി. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? സിംഹമുദ്ര. ഇന്ത്യയുടെ ദേശീയ ഗീതം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 65 സെക്കൻഡ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേര്? ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ.
സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ത്രിലോചൻ പോക്രേൽ. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ.